വയനാട് പ്രകൃതി ദുരന്തത്തിനിരയായിട്ടുള്ളവർക്ക് കേന്ദ്രത്തിൻ്റെ സഹായത്തെ സംബന്ധിച്ച് ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി അയച്ചിട്ടുള്ള കത്തിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം, ആ പ്രചരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. CPM ആടിനെ പട്ടിയാക്കുന്ന സമീപനാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ വസ്തുതകൾ മനസ്സിലാക്കാതെ CPMൻ്റെ പ്രചരണം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന സമീപനം സ്വീകരിക്കരുത്. വസ്തുതകൾ മനസ്സിലാക്കണം. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള വഴിയില്ല, പ്രൊവിഷനില്ല എന്ന് കേന്ദ്രം പറഞ്ഞു എന്നാണ് ശ്രീ നിത്യാനന്ദ റായിയുടെ കത്തിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ദേശീയ ദുരന്തം? ഇതിനു മുൻപ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ദുരന്തത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? ഏത് ദേശീയ ദുരന്തത്തെയാണ് അല്ലെങ്കിൽ ഏത് പ്രകൃതിക്ഷോഭത്തെയാണ് UPA സർക്കാരിൻ്റെ 10 വർഷക്കാലത്തിനിടയിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്? 2013 ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 6/8/2013 ഓഗസ്റ്റ് 6-ാം തീയതി പാർലമെന്റിൽ ശ്രീ PC മോഹൻ്റെ ചോദ്യത്തിന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്തിരിക്കുന്ന ഉത്തരം, ആ ഉത്തരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ശ്രീ നിത്യാനന്ദ റായി അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാചകമാണ്. It is informed that there is no provision to declare a natural disaster as a national disaster in the guidelines. എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അതേ ഉത്തരം നിത്യാനന്ദ റായി 10 വർഷം കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ ദുരന്തമായിട്ട് കേന്ദ്രം പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്തോ തെറ്റ് സംഭവിച്ചു. ഇപ്പോൾ KC വേണുഗോപാൽ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. KV തോമസ് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. അപ്പോൾ ആ മന്ത്രിസഭയിൽ നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അന്നത്തെ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി, ഇതേ കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം അന്ന് നിങ്ങൾ എന്താ എതിർക്കാതിരുന്നത്? അന്ന് നിങ്ങൾ ഈ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ലാത്തതാണോ, അതോ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണോ? KV തോമസ് പാർട്ടി മാറിയിട്ടുണ്ടാവും, പക്ഷേ തലച്ചോറ് മാറിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി 2013 അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി, അതിൽ കേന്ദ്ര സർക്കാർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ അതിനുതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നിയമത്തിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ സാധാരണ പറയാറുണ്ട്, ഞങ്ങളിട്ടാൽ ബർമ്യൂഡ, നിങ്ങളിട്ടാൽ വള്ളിക്കളസം. ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് നിയമത്തിനനുസരിച്ച്, നിങ്ങൾ പറയുമ്പോൾ ആ പറയുന്നത് കേരളത്തിനെതിരെ. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ എല്ലാ ദിവസവും ഇങ്ങനെ പച്ചക്കള്ളം. MP രാജേഷ് പറയുന്നത് 675 കോടി രൂപ ഗുജറാത്തിനും പിന്നെ ആർക്കൊക്കെയാ ഗുജറാത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഗുജറാത്തിനും മണിപ്പൂരിനും ത്രിപുരയ്ക്കും 2 ആഴ്ച മുൻപ് കേരളത്തിന് 300 കോടി രൂപ തന്നു എന്ന് കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. ഗുജറാത്തിനും കേരളത്തിനും ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ
സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ സഹായം നൽകുന്നത്. കേരളത്തിന് 290 കോടി രൂപ കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അത് ഗുജറാത്തിന് ഈ 3 സംസ്ഥാനങ്ങൾക്കായിട്ട് 625 കോടി കൊടുക്കുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട എന്താവശ്യമുള്ളത്? അതുകൊണ്ട് ഈ തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളത്തിൻ്റെ ആയുസ് അധിക ദിവസം നിൽക്കില്ല. സത്യം എന്നായാലും പുറത്തു വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഉത്തരത്തിന് സംസ്ഥാന സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. മറുപടി ഉണ്ടെങ്കിൽ അത് പറയട്ടെ. കാരണം ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ 290 കോടി രൂപ സംസ്ഥാന ദുരിത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ടുള്ള തുക നൽകിയിട്ടുണ്ട്. അതിനു പുറമെ 390ഓളം കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് AG അറിയിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ 784 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കൈവശമുണ്ട്. അത് ഇതുവരെ ചെലവാക്കിയതായിട്ട് ഒരു കണക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. അതിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്, ആ അസസ്മെന്റ് നടത്തി കണക്ക് സമർപ്പിക്കാം എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ പാലിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം, സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മ, സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് കൊടുക്കാനുള്ള ശേഷിയില്ലായ്മ, അതിന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരാണ് വയനാടിന് സഹായം കിട്ടാത്തതിലെ കാരണക്കാർ എന്നുള്ള ധാരണയുണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആടിനെ പട്ടിയാക്കുന്ന ആളുകളാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ കാള പെറ്റു എന്ന് കേട്ട് കയറെടുത്തോടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 290 കോടി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം അത് സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക പാക്കേജാണ് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക പാക്കേജ് വയനാട് അർഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ആ അർഹിക്കുന്ന പാക്കേജ് കിട്ടാൻ വേണ്ടി സംസ്ഥാനം നൽകേണ്ട കണക്കുകൾ കൊടുത്തിട്ടില്ല. സംസ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കണക്ക് ശവസംസ്കാരത്തിന് 75,000, ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി 1.5 കോടി, ബെയിലി പാലം പണിയാൻ വേണ്ടി 2 കോടി. ഈ കണക്ക് കേന്ദ്ര സർക്കാരിന് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിന് പൈസ കൊടുത്തതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകരടക്കം എന്നോട് ചിലപ്പോഴും ചോദിക്കാറുണ്ട്, ബീഹാറിന് പൈസ കൊടുത്തല്ലോ, ബാക്കിയുള്ളവർക്ക് എന്താ കൊടുക്കാത്തത് എന്ന്. അല്ല പറയട്ടെ, ബീഹാറിന് കൊടുത്ത കണക്ക്, ബീഹാർ 15,500 കോടി രൂപ പ്രളയത്തിൻ്റെ നാശനഷ്ടം തടയാൻ വേണ്ടിയിട്ട് ബീഹാറിന് അനുവദിച്ചു. ബീഹാർ കൃത്യമായിട്ടുള്ള പദ്ധതികളാണ് സമർപ്പിച്ചത്. കോസി മേച്ചി ഇൻട്രാ സ്റ്റേറ്റ് ലിങ്ക് ബാരേജസ്, റിവർ പൊല്യൂഷൻ അബേറ്റ്മെന്റ് ആൻഡ് ഇറിഗേഷൻ പ്രോജക്ട്സ്, ഇങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ സർക്കാർ കൊടുക്കുന്നത് പോലെ 75,000 രൂപയുടെ ശവസംസ്കാരത്തിന് എന്ന് പറഞ്ഞുള്ള കണക്കല്ല കൊടുക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ പിന്നീട് എന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങൾ 75,000 എന്ന് പറഞ്ഞത് ഒരു ഊഹക്കണക്കാണെന്നാണ്. ഈ ഊഹക്കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കേണ്ടത്? ബീഹാർ കൊടുത്തിരിക്കുന്നത് ഊഹക്കണക്കല്ല. ബീഹാർ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റാണ്, കൃത്യമായിട്ടുള്ള പദ്ധതിയാണ്. അതിനെക്കുറിച്ച് തർക്കമില്ലാത്തതാണ്. തർക്കം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. ഇവിടെ ശവസംസ്കാരത്തിന് 75,000 എന്ന് പറയുന്ന കണക്ക്, ആ കണക്ക് പുറത്തു വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ തന്നെ തള്ളി പറഞ്ഞു. സംസ്ഥാന സർക്കാർ പറഞ്ഞ അതൊരു കണക്കല്ല എന്നാണ്, ഞങ്ങളൊരു ഊഹം പറഞ്ഞതാണെന്നാണ്. ഊഹം പറയുന്നതിന് കണക്ക് കൊടുത്തു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ കണക്കുകൾ കൊടുക്കണം. കാരണം എൻ്റെയും നിങ്ങളുടെ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, എന്നെ ശ്രവിക്കുന്ന ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ നികുതിപ്പണം, ആ നികുതിപ്പണത്തിൽ നിന്ന് ഓരോ നയ പൈസ ചെലവാക്കുമ്പോഴും പിണറായി വിജയൻ ധൂർത്തടിക്കുന്നത് പോലെ, നവകേരള സദസ്സും കേരളീയവും നടത്തി ധൂർത്തടിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ ധൂർത്തടിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഓരോ നയ പൈസയും ചെലവാക്കുന്നതിന് മുൻപ് അതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെലവാക്കുള്ളൂ. ബീഹാറിന്റെ പറഞ്ഞുകൊണ്ടാണ് ആന്ധ്രയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിന്
ഈ ചർച്ച തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആന്ധ്രയ്ക്ക് വളരെ അതിവേഗം പണം നൽകി എന്നുള്ളതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്നു. കേരളത്തിലെ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ആരെയോ കുറ്റം പറയേണ്ടത്? കേന്ദ്ര സർക്കാരിനല്ലല്ലോ. കഴിവില്ലാത്ത ഈ പിണറായി സർക്കാരിനല്ലേ? ഈ ചന്ദ്രബാബു നായിഡു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കണക്ക് തയ്യാറാക്കിപ്പിക്കുന്നതിൽ, കൃത്യമായിട്ടുള്ള കണക്ക് തയ്യാറാക്കിപ്പിക്കുന്നതിൽ ചന്ദ്രബാബു നായിഡുവിന് കാര്യങ്ങൾ നടത്താൻ കഴിവുണ്ടെങ്കിൽ പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ കേന്ദ്ര സർക്കാരിനെ. പിണറായി വിജയൻ സ്വന്തം ഭരണം നന്നാക്കണം, സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കണക്ക് തയ്യാറാക്കിപ്പിക്കണം. അവിടെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലടിക്കല്ലേ? ആ തമ്മിലടി തീർക്കാൻ തന്നെ സംസ്ഥാന സർക്കാരിന് സമയമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ ഈ കണക്ക് കൊടുക്കാൻ പറ്റുക? ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്തതിന് കാരണം ഉദ്യോഗസ്ഥന്മാരെ പോലും നിലക്ക് നിർത്താൻ കഴിയില്ലാത്ത ഈ സർക്കാരാണ്. അതുകൊണ്ട് സർക്കാർ, സംസ്ഥാന ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ നേരെയാക്കി കണക്കുകൾ കൃത്യമായിട്ട് കൊടുത്താൽ ആന്ധ്രക്ക് അർഹമായിട്ടുള്ളത് കിട്ടിയതുപോലെ തന്നെ കേരളത്തിനുള്ളതും കിട്ടും. ഒരു സംശയമില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാർ, ഞാൻ ആവശ്യപ്പെടുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഞാൻ കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് വയനാട്ടിലെ ജനങ്ങളെ നിങ്ങളുടെ കഴിവില്ലായ്മയുടെ പേരിൽ ശിക്ഷിക്കരുത്. പാലക്കാട് ചർച്ചയാണ്. പാലക്കാട്ടെ ജനങ്ങൾ മനസ്സിലാക്കും. കാരണം ഈ ശ്രീധരനെ പോലെയുള്ള ആളെ തോപ്പിക്കാൻ വേണ്ടി ഒത്തുകളിച്ച സ്ഥലമാണ് പാലക്കാട്. ഇനിയും ഇതുപോലെ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാത്തതിന്റെ കാരണം കേരളത്തിലെ CPM സർക്കാരിന്റെ കഴിവില്ലായ്മയാണെന്ന് പാലക്കാട് ജനങ്ങൾ തിരിച്ചറിയട്ടെ. നല്ലതല്ലേ അത്? ഞാൻ ചോദിക്കട്ടെ, മനഃപൂർവ്വം മസിൽ പിടിക്കലല്ലോ. 75,000 ശവസംസ്കാരത്തിന് എന്ന് പറയുന്ന കടലാസിൽ എഴുതി കൊടുക്കുന്നതിന് അതേപടി അനുവദിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ബെയിലി പാലം ഉണ്ടാക്കിയത് കേന്ദ്രത്തിൽ സേനയാണ്. ബെയിലി പാലം ഉണ്ടാക്കാൻ ഞങ്ങൾ 1 കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ പറ്റുമോ? ആ പണം എവിടെയാ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ? അല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എങ്ങനെയാണ് പണം ചോരുന്നത് എന്ന് നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്ന പണം, ആ പണം പിണറായി വിജയന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഈ കൊള്ള നടത്താൻ കേന്ദ്രത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ലല്ലോ. നേരിട്ട് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു കണക്ക് സമർപ്പിക്കണം. അദ്ദേഹം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കെങ്കിൽ നാളെ ബാലഗോപാലും MP രാജേഷും പിണറായി വിജയനും ആരെങ്കിലും ഒരാൾ നേരിട്ട് ചെന്നിട്ട് എനിക്ക് വീടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വീട് അനുവദിക്കുമോ? അതിന് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അപേക്ഷ കൊടുക്കണം. സംസ്ഥാന കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടിയ പോലുള്ള കൃത്യമായ ഒരു സാമ്പത്തിക സഹായമാണ് സംസ്ഥാനത്തിന് ആവശ്യം. കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് കേരളം ഇന്ത്യയിൽ ഇല്ല എന്നുള്ള തരത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളം ഇന്ത്യയിൽ ഇല്ല എന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവും. ഞങ്ങൾ അനുവദിക്കില്ല. അത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളത്തെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ VD സതീശൻ ആ കൂട്ടത്തിൽ കൂടിക്കോട്ടെ, ഞാൻ കൂടില്ല കേരളത്തെ അടർത്താനുള്ള നീക്കത്തിൽ. മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതിക്കും നിഷേധിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ പറയട്ടെ. എല്ലാ പദ്ധതികൾക്കും, കേരളം ആവശ്യപ്പെടുന്ന എല്ലാ പദ്ധതികൾക്കും, ഇപ്പൊ ഈ അല്പ ദിവസങ്ങൾക്ക് മുൻപല്ലേ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പായിട്ട് പ്രഖ്യാപിച്ചത്? അപ്പോൾ അത് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമല്ലേ മുതലപ്പുഴയിൽ 1,177 കോടി അനുവദിച്ചത്? അപ്പോൾ ഇതൊക്കെ അതത് സ്ഥലത്തെ കണക്കുകൾ കൃത്യമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിലും ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. കഞ്ചിക്കോടിന് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പിന്റെ അംഗീകാരം കിട്ടില്ല, മുതലപ്പൊഴി 177 കോടി കിട്ടില്ല, സ്പെഷ്യൽ ഈ ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടിയിട്ടുള്ള ഗ്രാമങ്ങൾ തെരഞ്ഞെടുത്തതിൽ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയല്ലോ. ഇതെല്ലാം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് വയനാട്ടുകാരോട് എന്താ പ്രത്യേകിച്ച് വിരോധം? രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കർമ്മഭൂമി ആയതിനാലാണോ വയനാട്ടിനോട്? ഈ സുധാകരനൊക്കെ അവിടെ പാർലമെന്റിൽ പോയി ഇരുന്നാൽ പോലെ പാർലമെന്റിൽ പറയുന്ന ഉത്തരം വായിക്കണം, കേൾക്കണം. 2013 ഞാൻ പാർലമെന്റ് അംഗമായിരുന്നില്ല, എന്റെ കയ്യിൽ പാർലമെന്റിലെ ഉത്തരവുണ്ട്. സുധാകരനും KV തോമസും KC വേണുഗോപാലും
പാർലമെന്റിൽ പോയിട്ട് ബഹളം വെക്കാൻ മാത്രം നിന്നാൽ പോരാ, പാർലമെന്റിൽ അവരുടെ തന്നെ മന്ത്രിമാർ കൊടുക്കുന്ന ഉത്തരമെങ്കിലും വായിച്ചു നോക്കണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്ത ഉത്തരം വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ കേരളത്തിന് വേണ്ടി എന്ത് കാര്യം നടത്തുമെന്നാണ് പറയുന്നത്?